ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നിത്യേന എന്നോണം ഓരോ നിമിഷവും നാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അവന് നാം നന്ദി കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ, അവനോടുള്ള നന്ദികെട്ട സമീപനം മൂലം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന മുൻ സമുദായങ്ങൾ, ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ വിവിധ ഇടങ്ങളിലായി അള്ളാഹു നമ്മൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ പ്രതിപാദ്യ വിഷയം അള്ളാഹു നമ്മൾക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തിന് റൂസുൽ ഖുർആനിലെ നവവധു എന്ന പേര് വന്നിട്ടുള്ളത്. പരമകാരുണികൻ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, വിവരണങ്ങൾ പഠിപ്പിച്ചു, ആത്യന്തികമായി മനുഷ്യന് ലഭിക്കുന്ന സുഖസൗകര്യങ്ങൾ, അവസാനമായി മനുഷ്യന് ലഭിക്കുന്ന സ്വർഗീയ സുഖസൗകര്യങ്ങൾ, ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സൂറത്തുർ റഹ്മാനിൽ. ജിന്നുകളെയും മനുഷ്യരെയും അഭിമുഖീകരിച്ചുകൊണ്ട് 31 തവണയാണ് അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. നിങ്ങൾ രണ്ട് കൂട്ടരുടെ ഈ റബ്ബിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ, ഈ അള്ളാഹുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഒരേപോലെ അവർ 31 പ്രാവശ്യം അവർ മറുപടി പറഞ്ഞു അത്രേ. ലാബിഷൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദിബു ഫലക്കൽ ഹംദ്. ഞങ്ങളുടെ രക്ഷിതാവേ, നീ നൽകിയ യാതൊരു അനുഗ്രഹത്തെയും ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, നിഷേധിക്കുന്നില്ല, നിനക്കാണ് സർവസ്തുതിയും. ഇപ്രകാരം മറുപടി പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഒന്ന് നോക്കൂ. 46 ക്രോമസോമുകൾ, 23 പുരുഷ ക്രോമസോമുകളും 23 സ്ത്രീ ക്രോമസോമുകളും, അതേപോലെ അതിസങ്കീർണമായ DNA, RNA പോലെയുള്ള ജനിതകോശങ്ങളും സംയോജിപ്പിച്ചാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചെടുത്തത്. ഇനി ഏകദേശം നമ്മൾക്കിവിടെ ഒരു 60 വയസ്സുവരെയെങ്കിലും ജീവിക്കണമെങ്കിൽ 10,000 ടാങ്കർ ലോറികളിൽ ഉൾക്കൊള്ളുന്ന അത്ര രക്തം മതിയാവുകയില്ല എന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. നമ്മുടെ ഈ വിരൽ തുമ്പിൽ നിന്ന് നമ്മുടെ പൂർണ്ണമായ രേഖകൾ ശേഖരിക്കാൻ കഴിയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരാണിതിൻ്റെ പിന്നിൽ? അള്ളാഹു പറയുന്നു, ഞാനാണ് മനുഷ്യൻ്റെ വിരൽ തുമ്പിനെ പോലും ശരിപ്പെടുത്തിയവൻ എന്ന്. അങ്ങനെ ഈ വിധത്തിലെല്ലാം നമ്മെ പരിവർത്തിപ്പിച്ചെടുത്ത അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ എങ്ങനെ മനുഷ്യന് കഴിയുന്നു? ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും സത്യനിഷേധിയുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണലിൽ പറ്റി തന്നെയാണ് ജീവിക്കുന്നത്. അവർ എത്ര തന്നെ നിഷേധിച്ചാലും ശരി. അള്ളാഹു രണ്ടാമതായി ഏറ്റവും വലിയ വഴികേടായി കാണുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് തന്നെയാണ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു 22-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, അല്ലദീ ജലലകുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ആകാശത്തെയും ഭൂമിയെയും നമ്മൾക്ക് അനുയോജ്യമായ രീതിയിൽ സംവിധാനിച്ച് ആകാശത്തിൽ നിന്ന് സമൃദ്ധമായി വെള്ളമിറക്കിത്തന്ന നിർജീവമായ ഭൂമിയിൽ കൈക്കനികൾ ഉൽപ്പാദിപ്പിക്കുന്നവൻ അള്ളാഹുവാണെന്ന് നീ അറിഞ്ഞുകൊണ്ട് അവന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു പറയുമ്പോൾ, കേവലം കുറച്ച് ഭക്ഷണത്തിനും വെള്ളത്തിനും പകരമായി ഒരു കുതിര തൻ്റെ യജമാനനോട് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ, ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്, സർവ സുഖൈശ്വര്യങ്ങളും നൽകപ്പെട്ട മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണെന്ന് അള്ളാഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നാം സന്തോഷിക്കുകയും അവൻ നൽകിയ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നതും അവനോടുള്ള നന്ദി കാണിക്കൽ തന്നെയാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് 3 വിധത്തിലായിരിക്കണമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. തനിക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും തൻ്റെ റബ്ബിൽ നിന്നാണെന്ന ബോധ്യത്തോടെ അവനെ ഹൃദയത്തിൽ അഗാധമായി സ്നേഹിക്കുക. രണ്ടാമതായി, തനിക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹുവിനെ തൻ്റെ നാവുകൊണ്ട് പ്രകീർത്തിക്കുക. അമ്മാബിനിയമത്ത് റബ്ബിക ഫഹദിസ്, നീ നിൻ്റെ നാഥൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയെന്ന് സൂറത്തുൽ ളുഹയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. മൂന്നാമതായി, അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് അവൻ നൽകിയ ഓരോ അവയവങ്ങൾ കൊണ്ട് അവൻ ഇബാദത്ത് ചെയ്യുക. ഈ 3 ഗുണങ്ങളും ഒത്തിണങ്ങിയ വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. രാത്രിയേറുവോളം നിന്ന് നമസ്കരിച്ച് തൻ്റെ കാലിൽ നീര് വന്ന് വിഷമിക്കുന്ന സമയത്ത് ആയിഷ ബീവി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അങ്ങ് എന്തിന് ഇவ்விധം കഷ്ടപ്പെടുന്നു? അങ്ങയുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നതല്ലേ. പ്രിയപ്പെട്ട ആയിഷ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അങ്ങേയറ്റം ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ? അബ്ദൻ ഷക്കൂറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയ 2 അനുഗ്രഹങ്ങളാണ് അസ്സിഹത്തു വൽ ഫറാഗ്. അതേ ഒഴിവു സമയവും ആരോഗ്യവും. ആരോഗ്യത്തിൻ്റെ വിലയെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ ചെന്ന് നിന്നാൽ മതി. എൻ്റെ ഉമ്മയുടെ ചികിത്സാർത്ഥം എനിക്ക് തിരുവനന്തപുരം RCCയിൽ പോകേണ്ടതായി വന്നിട്ടുണ്ട്. അവിടെ വെച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം ബാധിച്ച് വിഷമത അനുഭവിക്കുന്ന ആ രോഗികളെ കണ്ടപ്പോഴാണ് അള്ളാഹു എനിക്ക് നൽകിയ ഓരോരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ബോധവതിയായത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. നമ്മൾ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അത് നമ്മുടെ തൊണ്ടക്കുഴിയിലൂടെ ഇറങ്ങി നമ്മുടെ ആമാശയത്തിലെത്തുന്നുണ്ടെങ്കിൽ അതിനു പോലും നാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഇമാം തുർമുദിയും ഇബ്നു മാജയും ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, രാവിലെ ഒരു ആൾ എഴുന്നേറ്റ് തൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനമായി ഉറങ്ങി എഴുന്നേറ്റ് തൻ്റെ വിരിപ്പിൽ നിന്നും എഴുന്നേറ്റ് തനിക്ക് അന്നത്തെ ദിവസത്തെ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ, അയാൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഈ ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നാം അങ്ങേയറ്റം നന്ദിയുള്ളവരാവുക. എങ്കിൽ നമ്മൾക്കുള്ളതാണ് സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞ ആ വർണ്ണനകൾക്ക് അതീതമായ സ്വർഗം. നമ്മുടെ റബ്ബിനെ സ്തുതിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമോ? ഇല്ല. തബാറകസ്മ റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അതെ, ആ റബ്ബാണ് ഏറ്റവും മഹത്തമേറിയവൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വഹ്റു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.